If a perturbation half of bs square is given to a harmonic oscillator, the lowest order non-zero correction to the energy is അതായത് ഹാഫ് ബി എസ് സ്ക്വയർ പെർട്ടർബുലേഷൻ ഹാർമോണിക് ഓസിലേറ്ററിന് കൊടുക്കുമ്പോൾ അതിന് നോൺ സീറോ കറക്ഷൻ എനർജിയുടെ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എൻ ഓഫ് ഹാഫ് ഓഫ് ബി എസ് സ്ക്വയർ കെറ്റുന്ന എഴുതി. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്തത്, ഹാഫ് ഓഫ് ബി എന്ന് പുറത്തിറക്കി. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, ഇത് ബ്രാക്കറ്റിൻ്റെ നൊട്ടേഷനാണിത്. ഇത് കെറ്റാണ്. അപ്പോൾ ബ്രാ ഓഫ് എൻ എസ് സ്ക്വയർ കെറ്റുന്നത് നമുക്ക് കിട്ടി. അത് കഴിഞ്ഞിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂട്ട് ഓഫ് എച്ച് കട്ട് ഡിവൈഡ് ബൈ 2m ഒമേഗ എ പ്ലസ് എ ഡാഗറാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇതിൻ്റെ സ്ക്വയർ ആണല്ലോ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായിരിക്കും, എച്ച് കട്ട് ഡിവൈഡഡ് ബൈ 2m ഒമേഗ എ പ്ലസ് എ ഡാഗർ നമ്മൾ 2 തവണ എഴുതി നമ്മുടെ കെറ്റിൽ അവസാനിപ്പിച്ചു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, എച്ച് കട്ട് ഡിവൈഡഡ് ബൈ 2m ഒമേഗ പുറത്തിറക്കി. അപ്പോൾ എന്തായിരിക്കും, ബി എച്ച് കട്ട് ഡിവൈഡഡ് ബൈ 4m ഒമേഗ ആയിരിക്കും. ഇനി ഇവരെ നമ്മൾ ഇങ്ങനെ ചെയ്തു. അപ്പോൾ എ സ്ക്വയറായി, ഇതെന്തായിരിക്കും എ ഡാഗറായി. ഇവിടെ എന്തായിരിക്കും എ ഡാഗർ എ ആയി, ഇവിടെ എ ഡാഗർ സ്ക്വയറായി. അത് കഴിഞ്ഞിട്ട് ഈ ബ്രായും കെറ്റും നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇവന്മാർക്ക് ഓരോരുത്തർക്കും 4 പേർക്കും കൊടുത്തു. അത് നമ്മളിങ്ങനെ അതുപോലെ തന്നെ എഴുതി. നമുക്ക് ഈ എ സ്ക്വയറിന് എന്തായിട്ട് എഴുതാൻ പറ്റും, എ സ്ക്വയറിനെ എ ഡോട്ട് എ എന്ന് എഴുതാൻ പറ്റും. ആ എ ഓഫ് കെറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എ ഓഫ് കെറ്റ് എന്തായിരിക്കും, എ ഓഫ് കെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂട്ട് ഓഫ് n-1 ആയിരിക്കും. അതിനിങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. ഇനി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും രണ്ടാമത്തേത്, എ ഡാഗർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ഡാഗർ ഓഫ് n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, റൂട്ട് ഓഫ് n+1 കെറ്റ് ഓഫ് n+1 എന്നായിരിക്കും. അതാണ് നമ്മൾ എഴുതിക്കുന്നത്, റൂട്ട് ഓഫ് n+1 കെറ്റ് ഓഫ് n+1. ഇനി എ ആണ് മൂന്നാമത്തെ ടേമിലത്തെ എ ഡാഗർ എയിലത്തെ ഈ എ എടുത്തു. എ ഓഫ് കെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എ ഓഫ് കെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂട്ട് ഓഫ് n കെറ്റ് ഓഫ് n-1 എന്നാണ്. അതായത് ഇവനെ നമ്മൾ ആദ്യം തന്നെ റൂട്ടിൻ്റെ ഉള്ളിൽ എഴുതിയത് കഴിഞ്ഞിട്ട് ഇതിന് 1 കുറച്ചു. എ ഡാഗർ കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്തു, അതിൻ്റെ കൂടെ 1 കൂട്ടി. ആദ്യം തന്നെ റൂട്ടിൻ്റെ ഉള്ളിൽ ഇവിടെ ആരണൊക്കെ എടുക്കുന്നത് അതിൻ്റെ കൂടെ 1 കൂട്ടി. അത് കഴിഞ്ഞിട്ട് 1 കൂട്ടിയിട്ടുള്ളത് നമ്മൾ വെറുതെ കെറ്റായിട്ട് എഴുതാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്തായിരിക്കും എ ഡാഗർ എന്ന് പറയുമ്പോൾ എ ഡാഗർ ഡോട്ട് എ ഡാഗർ ആയിരിക്കും. ആ എ ഡാഗർ ഈ കെറ്റിൻ്റെ കൂടെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, റൂട്ട് ഓഫ് n+1 കെറ്റ് ഓഫ് n+1 എന്നായിരിക്കും. ഓക്കെ. ഇനി ഇവനെ എന്ത് ചെയ്തു, ഇവനെ നമുക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റൂട്ട് n പുറത്തിറക്കാം. എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും, റൂട്ട് n പുറത്തിറക്കിയിട്ടുണ്ടെങ്കിൽ എന്താ, റൂട്ട് n പുറത്തിറക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവനുമായിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം ഈ ഏന. അപ്പോൾ നമുക്ക് വേണ്ട, അപ്പോൾ റൂട്ട് n തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ. ഏനെ ഇവനായിട്ട് ഓപ്പറേറ്റ് ചെയ്തു. ഇവനായിട്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ എന്താണോ എഴുതാറുള്ളത് അത് നമ്മൾ റൂട്ടിൻ്റെ ഉള്ളിൽ എഴുതും. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് 1 കുറയ്ക്കുക ചെയ്യാറുള്ളത് അല്ലേ. അപ്പോൾ ഇവനെ നമ്മൾ എന്ത് ചെയ്തു, n-1 റൂട്ടിൻ്റെ ഉള്ളിൽ എഴുതി, റൂട്ട് ഓഫ് n-1. അത് കഴിഞ്ഞിട്ട് ഇവനിൽ നിന്ന് 1 കുറച്ചു. അപ്പോൾ n-2 അതുപോലെ എഴുതി. ഇനി എ ആണ്, ഇവിടെയും നമ്മൾ എ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ റൂട്ട് ഓഫ് n+1 അവിടെ ഇരിക്കട്ടെ. ഇനി ഈ എനെ നമുക്ക് ആരായിട്ട് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്, കെറ്റ് ഓഫ് n+1 ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം ഇവനെ റൂട്ടാക്കും. അപ്പോൾ റൂട്ട് ഓഫ് n+1 ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇവനൊന്ന് 1 കുറയ്ക്കും. അപ്പോൾ n ആയിരിക്കും. അപ്പോൾ നമ്മൾ നോക്കൂ, n+1 റൂട്ട് ഓഫ് n+1 ആകുമ്പോൾ n+1 ഹോൾ എന്തായിരിക്കും, റൂട്ട് ഓഫ് n+1 n+1 തന്നെയാണ് ആവുക. ഇവിടെയും ഒരു n ഉണ്ട്, ഇവിടെയും ഒരു n വരും. അപ്പോൾ ആ n ഇങ്ങനെ ആയിരിക്കും വരാം. അതെന്തായിരിക്കും, അത് 1 ആയിട്ട് പോവും. അതുപോലെ തന്നെ നമ്മൾ ഇവനെ നോക്കി, ഇവിടെ നിന്ന് വെച്ചാൽ റൂട്ട് n നമ്മൾ പുറത്തിറക്കി എ ഡാഗറിനെ ഇവനോട് ഓപ്പറേറ്റ് ചെയ്തു. അപ്പോൾ എ ഡാഗറിനെ ഇവനോട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, എന്താണോ അതിനെ നമ്മൾ 1 കൂട്ടാറാണ് ചെയ്യാറുള്ളത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ കൂടെ എന്തായിരിക്കും, റൂട്ട് ഓഫ് n-1 +1 ആയിരിക്കും. അതായത് റൂട്ട് n കെറ്റ് ഓഫ് n ആയിരിക്കും, ഇവനായിരിക്കും. അപ്പോൾ റൂട്ട് n ആകുമ്പോൾ എന്തായിരിക്കും, n ഓഫ് നമ്മുടെ ഇവനെ പോലെ തന്നെയായിരിക്കും. ഇത് കൂടാണ്ട് അപ്പോൾ ഇതെന്തായിരിക്കും, ഇത് 1 ആയിട്ട് പോവും. ഇവൻ നമുക്ക് n ആയിട്ട് നിൽക്കും. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി, n+1 കിട്ടി, ഇവൻ n കിട്ടി. അപ്പോൾ ഇവിടെ നമ്മൾ കൂട്ടുമ്പോൾ എത്രയായിരിക്കും, 2n+1 ആയിരിക്കും. ഇനി നമ്മൾ ഇവനെ നോക്കുമ്പോൾ എന്താ കിട്ടുക, ഇവനെ നോക്കുമ്പോൾ നമുക്ക് കിട്ടണത് റൂട്ട് n നമ്മൾ പുറത്തിറക്കി എ ഡാഗർ വെച്ചിട്ട് ഇവനെ ചെയ്യേണ്ടത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഇവനെ ഒന്ന് അതിനെ കൂട്ടിയിട്ട് വേണം റൂട്ടിൻ്റെ ഉള്ളിൽ ഇടാം. കൂട്ടുമ്പോൾ എന്തായിരിക്കും, റൂട്ട് ഓഫ് n കെറ്റ് ഓഫ് n എന്ന് കിട്ടും. നമ്മളിത് പറഞ്ഞു അല്ലേ. ഇനി
ഈ എ ഡാഗർ വെച്ചിട്ട് ഇവന് ചെയ്യണത്. അപ്പോൾ റൂട്ട് ഓഫ് എൻ പ്ലസ് വൺ അവിടെ നിൽക്കട്ടെ. എ ഡാഗർ വെച്ചിട്ട് എൻ പ്ലസ് വൺ നമ്മൾ ചെയ്തു. അപ്പോൾ എങ്ങനെ കിട്ടാം? എൻ പ്ലസ് വൺ ചെയ്യുമ്പോൾ കൂട്ട വേണ്ട, റൂട്ട് ഓഫ് എൻ പ്ലസ് ടു കെറ്റ് ഓഫ് എൻ പ്ലസ് ടു എന്ന് കിട്ടും. ഇനി ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെൽ ഓഫ് എൻ ഓഫ് ഇവനില്ലേ, ഈ ബ്രാ ഓഫ് എൻ കെറ്റ് ഓഫ് എൻ പ്ലസ് ടുവിനെ നമുക്ക് എന്താ എഴുതാൻ പറ്റും? ഇങ്ങനെ വേണമെങ്കിൽ എഴുതാൻ പറ്റും, ഇങ്ങനെ എഴുതാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ആൾക്കാർ നമ്മളിവിടെ നോക്കി, ഇവനെയാണ് നമുക്ക് ഓടിച്ച് കിട്ടിയിട്ടുള്ളത്, നമുക്ക് സെക്കൻഡും തേർഡ് ടൈമും. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ എന്തായിരിക്കും? 2n+1 ആയിരിക്കും. ഇതിന് 2 കോമൺ ആയിട്ട് പുറത്തെടുത്തു. അപ്പോൾ എന്തായിരിക്കും? n+12 ആയിരിക്കും. ഇവിടെ പുറത്തെടുത്ത 2ഉം ഇവിടുത്തെ ഡിനോമിനേറ്റർ 2ഉം അവിടെ 4 ആണല്ലോ ഉണ്ടായിരുന്നത്. നമുക്ക് 2.2 എഴുതാം. അപ്പം വെട്ടിപ്പോയി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? BH കട്ട് ഡിവൈഡഡ് ബൈ 2m omega n+12 എന്ന് കിട്ടും.